രണ്ട് മുന്നണികളുടെ യോഗം ഈ പുതിയ സർക്കാർ വന്ന ശേഷം ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ജയിച്ചവരെല്ലാം, അത് ഭരണമുന്നണിയായാലും പ്രതിപക്ഷ മുന്നണിയായാലും ജയിച്ചവരെല്ലാം ജയിച്ചു, പാർട്ടിയും മുന്നണിയും ഒക്കെ പുറത്ത് എന്നുള്ള അവസ്ഥയിലാണ് ഇടതുമുന്നണിയായാലും UDF ആയാലും നിൽക്കുന്നത്. നമുക്ക് ഇടതുമുന്നണിയിലെ പ്രതിസന്ധി തന്നെയാണ് ഇതിൽ ഏറ്റവും രൂക്ഷം. ഏറ്റവും അവസാനം മെയ് 6-നാണ് LDF യോഗം ചേരുന്നത്. ഇന്നിപ്പോൾ 2 മാസം തികയുന്നു. ഈ 2 മാസത്തിനിടയ്ക്ക് LDF ചരിത്രത്തിലില്ലാത്ത ഏറ്റവും കനത്ത തിരിച്ചടി നേരിട്ട ഒരു ഘട്ടമാണ് എന്നത് ആലോചിക്കണം. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നതിൽ ഓരോ പാർട്ടികൾക്കും പഠിക്കണം എന്നൊക്കെ അന്ന് തീരുമാനിച്ചു. ഈ മെയ് 6-ന്റെ യോഗം തന്നെ വളരെ വേഗത്തിൽ വിളിച്ചു ചേർത്ത ഒരു യോഗമായിരുന്നു. അതിനുശേഷമാണ് ഓരോ പാർട്ടികളും അവരുടെ അവലോകനം എടുക്കാം, അത് മുന്നണി കൂട്ടായി ചർച്ച ചെയ്യാം, വേണ്ട തിരുത്തലുകൾ വരുത്താം എന്നെല്ലാം തീരുമാനിച്ചത്. പക്ഷേ അതിനുശേഷം ഇതുവരെയും ആ മുന്നണി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പ്രതിപക്ഷ ഉപനേതൃ പദവിയാണ്. പ്രതിപക്ഷ ഉപനേതൃ പദവി അങ്ങനെ ഒരു നിയമസഭാ ചട്ടങ്ങളിൽ അങ്ങനെ ഒരു പദവിയില്ലെങ്കിലും കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ട് കാലമായി അത്തരം ഒരു കീഴ്വഴക്കം നിയമസഭയിലുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് സ്ഥാനവും പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനവും CPM-ന്റെ നേതാക്കൾ തന്നെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വഹിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ CPM-ന്റെ പരാജയം കനത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ CPI-ക്ക് പ്രതിപക്ഷ ഉപനേതൃ പദവി വേണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യം പക്ഷേ CPM പരിഗണിച്ചിരുന്നില്ല. അക്കാര്യത്തിൽ രണ്ട് പാർട്ടികളും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെയും കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം അതാണിപ്പോൾ CPI കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. അത് അടഞ്ഞ അധ്യായമാണ്. അക്കാര്യത്തിൽ അതെല്ലാം തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. അത് തീരുമാനം ഒന്നുമില്ല എന്ന തരത്തിലേക്ക് CPI അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു. ഇതോടുകൂടി CPI-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറിന്റെ പ്രതികരണം രൂക്ഷമായിരുന്നു. ഭരിച്ച കാലത്ത് CPI പറഞ്ഞതൊക്കെ കേട്ടിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഗതികെട്ട പരാജയം ഉണ്ടാകുമായിരുന്നില്ല എന്നതുകൂടി പറഞ്ഞു. അപ്പോൾ പരാജയത്തിന് ഉത്തരവാദിത്തം പൂർണ്ണമായും CPM-നാണ് എന്നതുകൂടി CPI പറഞ്ഞു വെക്കുകയാണ്. ഈ നിയമസഭയിൽ സമ്മേളനം നടക്കുമ്പോഴും പ്രതിപക്ഷത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യം പുറത്തു വന്നില്ലെങ്കിൽ പോലും കൂട്ടായി സാധാരണ പ്രതിപക്ഷ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ നിയമസഭാ കക്ഷിയോഗം നടക്കും. നിയമസഭാ കക്ഷിയോഗത്തിൽ CPI-യുടെയും CPM-ഉം എല്ലാം കൂടിയിരുന്ന് ആലോചിച്ച് അവർ യോജിച്ച നീക്കമാണ് നടത്തുന്നത്. പക്ഷേ അത്തരം ഒരു യോഗം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. LDF-ന്റെ യോഗവും ചേരുന്നില്ല. ഘടകകക്ഷികളൊക്കെ ഇതുവരെയും കഴിഞ്ഞ 10 വർഷത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ CPM ഒരു തീരുമാനം പറയും, അതിനപ്പുറത്തേക്ക് വല്ലപ്പോഴും ഒരു ചില തീരുമാനങ്ങൾ CPI എതിർപ്പുയർത്തുമെന്നതിനപ്പുറത്തേക്ക് മറ്റ് ഘടകകക്ഷികൾക്കൊന്നും കാര്യമായ ഒരു ശബ്ദവും ഉണ്ടായിരുന്നില്ല. CPM-ന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ആവില്ല. കനത്ത പരാജയമാണ് മുന്നണി നേരിട്ടത്. ആ പരാജയത്തിൽ ഈ ഘടകകക്ഷികൾക്കെല്ലാം കടുത്ത അതിർത്തിയുണ്ട്. ആ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം CPM-ന്റെ ഇത്തരം ഏകാധിപത്യ നയങ്ങളായിരുന്നു എന്ന വിമർശനമുണ്ട്. അതെല്ലാം ഈ മുന്നണി യോഗത്തിൽ വരാനുള്ള സാധ്യത ശക്തമാണ്. CPM ഇപ്പോഴും കഴിഞ്ഞ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിൽ പരാജയമായോ പാർട്ടിയുടെ പരാജയമായോ അതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഏതെങ്കിലും തരത്തിലൊരു പരാജയമായി അതിനെ വിലയിരുത്താൻ എവിടെയും അംഗീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. എന്തിന് MV ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ച PK ശ്യാമളയെ മത്സരിപ്പിച്ച വിഷയത്തിൽ ജനറൽ സെക്രട്ടറി CPM ജനറൽ സെക്രട്ടറി അത് പരസ്യമായി അത് വീഴ്ചയായി പോയെന്ന് പരസ്യമായി തള്ളിപ്പറയുമ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന നിലപാടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കേരള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സ്വീകരിച്ചത്.